ഒരു കൊച്ചുണ്ടായിരുന്നു ചിരിച്ചോടി കിടന്ന ശരിയാവില്ല ഈ ഡിസൈനൊക്കെ മൊത്തം. അതാ ഞാൻ മേക്കപ്പ് ചെയ്യാൻ എനിക്കറിയായിരുന്നത് ഭാവിയിൽ പ്രശ്നം വരുന്നത്. അവൻ വസനം വീസുമ്പോത് കണ്ടണി ോത് പാർത്തായ അവൾ നടനമാടുമ്പോത് കണ്ടണി അവൾ താളം വേർക്കുമ്പോത് പാർത്തായ അവൻ വസനം വീസുമ്പോത് കണ്ടണി അവൻ വരികൾ കർക്കുമ്പോത് പാർത്തായ. ഒരു 8ാം ക്ലാസ് വരെ എനിക്ക് ഇവന് ഇഷ്ടമല്ലായിരുന്നു. എന്റെ ഒരു 8ാം ക്ലാസ് വരെ. ഒരു 8th ഒക്കെ കഴിഞ്ഞ് 9th ഒക്കെ എത്തിയപ്പോ അവൻ ജോലിയൊക്കെ ആയി ഒരു സ്ഥലത്തൊക്കെ എത്തി കഴിഞ്ഞപ്പോ ഞങ്ങൾ തമ്മിലൊരു കണക്ഷനായി. പിന്നെ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന ടൈമില് ചുമ്മാ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് എന്താണ് കുറച്ച് നമ്മുടെ ആ മൂഡ് ചേഞ്ച് ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടായി അയാളെ കണ്ടപ്പോഴേ. എനിക്കറിയില്ല, എനിക്ക് തടിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം പുരിന്തதை போல் നടந்து കൊണ്ടായി. ഇവിടെ ആദ്യം ഞാൻ കാണുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളൊരു കസിൻ ചേട്ടനുണ്ട്, പുള്ളി ആർട്ടിസ്റ്റാ. പുള്ളിയുടെ പടം ഒരു ദിവസം വരച്ചത് പുള്ളി ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അതിന്റെ താഴെ ഗ്രിഡാമോർ എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ആർട്ടിസ്റ്റാണ് ആള്. നമുക്കറിയില്ല ആരാ വരച്ചതെന്ന് അറിയില്ല. അപ്പൊ അതിങ്ങനെ ആ ഒരു പ്രൊഫൈല് കണ്ടപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ ആളുടെ ഫോട്ടോ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ ആരാണ്. പിന്നെ അങ്ങനെ അമ്മയോട് ഞാനിങ്ങനെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ നമുക്ക് ഈ കൊച്ചിനെ ആലോചിച്ചാലോ എന്ന് പറഞ്ഞു. അമ്മ ആരമ്മോളെ ഏതൊരു കല്യാണത്തിന് പോയി ഇതങ്ങ് അവതരിപ്പിച്ചു. കുഞ്ഞിന്റെ 56ന്റെ അന്ന് അളിയൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയിട്ട് ചോദിക്കാം. ഇവൾക്ക് എന്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോഴേ എന്തൊരു സ്പാർക്ക് അടിച്ചെന്ന് പറഞ്ഞായിരുന്നു. ഇവനെ സ്പാർക്ക് അല്ല, ലൈക്ക് മറ്റേ എന്താ പറയാ, ഈ സോൾ കണക്ഷൻസ് ഇഷ്ടം ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലവ് സംഭവം ഒന്നുമല്ല, ജസ്റ്റ് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഒരു ടൈമില് അമ്മ എന്നോട് ചോദിച്ചു. അങ്ങനെ വീട്ടിലിത് അമ്മയായിട്ട് തന്നെ എന്റെ വീട്ടിൽ വിറ്റുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെന്ന് കയറിയപ്പോ തന്നെ അച്ഛൻ എന്നോട് ചോദിച്ചു. അച്ഛനില്ല. അച്ഛൻ ചോദിച്ചു ഇടാ പിന്നെ നമ്മളിവിടുന്ന് അവിടെ വരെ ചെന്നിട്ട് ഇവര് എന്താ പറയാ സമ്മതിക്കുവോ എന്നറിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോ തന്നെ അടുക്കളയിൽ നല്ല കോഴിയുടെ ഒക്കെ മണ്ണിടിച്ചു. അപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞു ഇത് ഏകദേശം സമ്മതിച്ച മട്ട, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ചായയോ കടിയോ എങ്ങനെ തന്ന് വിട്ടാനേ അവര്. शिवगामि सौन्दर्यमे प्रेमसार सङ्कल्पमे सर्वलोकमङ्गलधारे
ഡേറ്റ് പറഞ്ഞ 11/5/2025 ഞങ്ങള് ഒഫീഷ്യലി വിവാഹിതരായി. അല്ല പോയി ഇതിപ്പോ നൂരിടാന്ന് ഈ ചാക്കേട്ടൊക്കെ നൂരിട ഓക്കെ നേരെ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് അറിയോ. ഓക്കെ തിരിച്ചു വെക്കൂ. ഓക്കെ ഞങ്ങള് പോവാ, നീ അവിടെ ഇരുന്ന് കറഞ്ഞോ. ഇതൊന്നും എടുക്കണ്ടേട്ടാ. ഇടയ്ക്ക് ഒരു ഗേറ്റും. അപ്പൊ ശരി, ബൈ. ബൈ ബൈ. ചേട്ടാ ഓഫ് ആക്കിയിട്ടാ